ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് 12/4/2024 CSIയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക ദിവസമായി ഇന്നത്തെ ദിവസം മാറിക്കഴിഞ്ഞു. ചെന്നൈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൻ പ്രകാരം CSI സിനഡ് ഭാരവാഹികളായ CSI TA ഔദ്യോഗിക ചുമതല വഹിച്ചുകൊണ്ടിരുന്ന ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിരിക്കുന്ന റൈറ്റ് റവറൻഡ് റൂബൻ മാർക്ക്, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ഫെർണാണ്ടസ് രത്നരാജ, ട്രഷററായിരിക്കുന്ന വിമൽ സുർമ എന്നിവരെ എല്ലാ ചുമതലകളിൽ നിന്നും കോടതി നീക്കിയിരിക്കുന്നു. അതിനെ തുടർന്ന് ജസ്റ്റിസ് R ബാലസുബ്രഹ്മണ്യൻ അവർകളെയും ജസ്റ്റിസ് V ഭാരതിദാസൻ അവർകളെയും CSIയുടെ അഡ്മിനിസ്ട്രേറ്റർമാരായി കോടതി ചുമതല ഏൽപ്പിച്ചു. CSIയുടെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ കോടതി വിധി. ഈ കോടതി വിധിയിലേക്ക് നയിച്ചത് വളരെ ചുരുക്കം പേര് നടത്തിയ, സാധാരണക്കാരായ ചിലർ നടത്തിയ നിയമ പോരാട്ടങ്ങളാണ്. ഈ കോടതി വിധിയിലേക്ക് നയിച്ച സംഭവങ്ങൾ കൂടെ വളരെ വേഗത്തിൽ, വളരെ ചുരുക്കത്തിൽ പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മുൻ ബിഷപ്പും മോഡറേറ്ററുമായ ശ്രീ ധർമ്മരാജ റസാല അധികാര കൊതിമൂത്ത് അധികാരത്തിൽ തുടരാൻ വേണ്ടി തന്റെ പെൻഷൻ പ്രായം 67 നിന്ന് 70 ആക്കിക്കൊണ്ടും മറ്റ് പല രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതികൾ ജനാധിപത്യ വിരുദ്ധമായിട്ട് അദ്ദേഹം വരുത്തിയും കൊണ്ട് ഈ കേസിന് ആസ്പദമായ സംഭവത്തിന് തുടക്കം കുറിച്ചു. ഈ ഭരണഘടനാ ഭേദഗതികൾക്ക് ഡയോസിസുകളുടെ 24 ഡയോസിസുകളുടെ 3/2 ഡയോസിസുകളുടെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ അവർ ഇതിനെ അനുകൂലിച്ചാൽ മാത്രമേ ഈ നിയമം പ്രാബല്യത്തിൽ വരത്തുള്ളൂ. എന്നാൽ അതിന് അനുസരിക്കാത്ത ഡയോസിസുകളുടെ ബിഷപ്പുമാരെ സസ്പെൻഡ് ചെയ്തും ഗൂഗിൾ പ്ലാറ്റ്ഫോം വഴിയും സൂം പ്ലാറ്റ്ഫോം വഴിയും ഡയോസിഷൻ കൗൺസിൽ മീറ്റിങ്ങുകൾ കൂടിയും അനധികൃതമായി ലെറ്റർ ഹെഡിലെ ബിഷപ്പുമാരെ കൊണ്ട് എഴുതി വാങ്ങിച്ചും മറ്റും 15 ഡയോസിസുകളുടെ മാത്രം പെർമിഷനെ അവർക്ക് ലഭിച്ചുള്ളൂ. അതിലെ ഒരു ഡയോസിസായ കർണാടക സെൻട്രൽ ഡയോസിസ് അവരുടെ കൗൺസിൽ മീറ്റിംഗ് അസാധുവാക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി കൂടെ വാങ്ങിയപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതികൾ തകർന്ന് വീഴുകയായിരുന്നു. ഇതിനിടയിൽ തന്നെ റസാല ബിഷപ്പ് തന്റെ അധികാരം തുടരുവാൻ വേണ്ടി ഹൂബ്ലിയിൽ വെച്ച് നടന്ന സിനഡ് ഇലക്ഷന്, ആ സിനഡ് ഇലക്ഷൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഓർഡറുമായി കടന്നു വന്ന അഭിഭാഷകരെ ആ ഹാളിനകത്ത് വെച്ച് തന്നെ മർദ്ദിച്ച് പുറത്താക്കുകയും അതിനെ തുടർന്ന് അനധികൃതമായി ആ സിനഡ് ഇലക്ഷൻ അവിടെ നടത്തുകയും ചെയ്തു. ഇങ്ങനെ നടന്ന സിനഡ് ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട മോഡറേറ്ററായ ശ്രീ ധർമ്മരാജ റസാലം കഴിഞ്ഞ സെപ്റ്റംബർ മാസം 5-ാം തീയതി ചെന്നൈ കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധി പ്രകാരം പുറത്താവുകയും ചെയ്തു. അദ്ദേഹവും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും ആ അപ്പീൽ പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ ആ ഇലക്ഷനെ അസാധുവാക്കിക്കൊണ്ടും അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ നേരായ വഴിയിലല്ല തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും ആ സിനഡിൽ വന്ന പ്രതിനിധികൾ പ്രോപ്പറായിട്ടുള്ള റെപ്രസെന്റേഷൻ അല്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന് അപ്പീല് പോയ അപ്പീലിലാണ് ഇപ്പോൾ നമുക്ക് വിധി കിട്ടിയിരിക്കുന്നത്. ആ വിധി പ്രകാരമാണ് എല്ലാ ഓഫീസ് ബെയറേഴ്സിനെയും അസാധുവാക്കിക്കൊണ്ട് ഇന്ന് കോടതി വിധി വന്നത്. എന്താണ് ഇന്നത്തെ വിധിയുടെ ഉള്ളടക്കം? അഡ്മിനിസ്ട്രേറ്റർമാരായി നിയമിക്കപ്പെട്ട ഇരുവരും എത്രയും പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി എന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്, സിനഡിന്റെ ചുമതല ഏറ്റെടുക്കുകയും സിനഡ് ഇലക്ഷന് വേണ്ടുന്ന നടപടികൾ ആരംഭിക്കുകയും വേണം എന്നുള്ളതാണ് അതിന്റെ പ്രധാന ഭാഗം. ഇന്നത്തെ വിധിയിൽ നമുക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഡയോസിസുകളുടെ ഇലക്ഷൻ, ഡയോസിഷൻ കൗൺസിൽ ഇലക്ഷൻസ് റിട്ടയർഡ് ജില്ലാ ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ഇന്നത്തെ വിധിയുടെ അകത്ത് കോടതി പ്രസ്താവിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ R ബാലസുബ്രഹ്മണ്യനും V ഭാരതിദാസൻ അവർകളും സിനഡിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഡയോസിഷൻ കൗൺസിലുകളുടെ ഇലക്ഷൻ ജില്ലാ ജഡ്ജിമാരുടെ അല്ലെങ്കിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജിമാരുടെ മേൽനോട്ടത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണം, സുതാര്യമായും സത്യസന്ധമായിട്ടും നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണത്തിന് വേണ്ടിയിട്ടുള്ള പവേഴ്സ് കൂടെ കൊടുത്തുകൊണ്ട്, അങ്ങനെ ഒരു നിർദ്ദേശം കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ ഓർഡർ വെളിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് കേരള ഡയസിസിൽ വരുന്ന ദിവസങ്ങളിൽ നീതിയുടെയും സത്യസന്ധമായിട്ടുള്ള ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്നതിന്റെ ദിവസങ്ങളായിട്ട് മാറാനായിട്ട് പോവുകയാണ്. നാം ഇവരും അറിയുന്നത് പോലെ
കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് കന്യാകുമാരി ഡയോസിസിലെ ചെല്ലയ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി കമ്മീഷൻ സൗത്ത് കേരള ഡയോസിസിന്റെ വോട്ടേഴ്സ് ലിസ്റ്റില് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കടന്നു വരികയും അവരുടെ റിപ്പോർട്ട് സിനഡിന്റെ പരിഗണനയിൽ ഇരിക്കവെയാണ് VK സാമുവൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ആ റിപ്പോർട്ടിന് സ്റ്റേ വാങ്ങിയത്. അത് നിലനിൽക്കുകയാണ് ചെന്നൈ ഹൈക്കോടതിയുടെ ഈ നിർണായക വിധി വന്നിരിക്കുന്നത്. ഈ വിധി വിശ്വാസികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ വിധി സിനഡിനും മറ്റ് മഹാടവ കൗൺസിലുകൾക്കും മറ്റ് മഹാടവകൾക്കും നീതിപൂർവമായ സത്യസന്ധമായ ഒരു നേതൃത്വം നൽകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ സന്തോഷത്തോടെ നാം ഇരിക്കുന്ന ഈ ഒരു ദിവസം ഈ വിധിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ നാം ഓർക്കേണ്ടതുണ്ട്. 40 ലക്ഷത്തോളം വരുന്ന CSI വിശ്വാസ സമൂഹത്തിന് ആശ്വാസമാകുന്ന ഈ ഒരു വിധിയുടെ പിന്നിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരുടെ ദിനം രാത്രിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിന് തുടക്കം കുറിക്കുന്നത് ഡോക്ടർ ശേഷാദ്രി എന്ന് പറയുന്ന വ്യക്തി ഫയൽ ചെയ്യുന്ന ഒരു സ്കീം സൂട്ടിൽ നിന്നാണ്. ആ സ്കീം സൂട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കക്ഷി ചേരാനായി MM ചർച്ചിൽ നിന്ന് സൗത്ത് കേരള ഡയോസിസിലെ MM ചർച്ചിൽ നിന്നുകൊണ്ട് ഞാനും അതുപോലെ സാമിനോ സാറും കടന്നു വരികയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഈ കേസിന് ബലമേകിക്കൊണ്ട് മുൻ മഹാടവ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ റോസ് ലിസ്റ്റും അദ്ദേഹത്തിന്റെ സംയുക്ത സമിതിയും ആ സംയുക്ത സമിതിയിൽ അംഗങ്ങളായ സുനിൽ ദാസും ജയരാജും കൊടുത്ത കേസ് ഇതിന് ബലമേകി. അതിനോടൊപ്പം തന്നെ ജനകീയ സമിതിയും മുൻ മഹാടവ സെക്രട്ടറിയുമായിരുന്ന ലോറൻസ് സാർ കൊടുത്ത കേസും ഇതിന് ആക്കം കൂട്ടി. അങ്ങനെ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ, CSIക്ക് മൊത്തം വിടുതലിന് കാരണമായ ഈ ഒരു വിധി, ആ വിധിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സൗത്ത് കേരള ഡയോസിസിലെ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില ആൾക്കാരാണ്. അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച ഒത്തിരി പേരുണ്ട്, അച്ഛന്മാരുണ്ട്. എല്ലാ വിധിയുടെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എല്ലാ ഹിയറിംഗിന്റെ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് യാത്ര ചെയ്ത അച്ഛന്മാരുണ്ട്, പിന്നിൽ പ്രവർത്തിച്ച സമിതിയുടെ ആൾക്കാരുണ്ട്, വിശ്വാസ സമൂഹമാണ്, മുൻകാലങ്ങളിൽ നമ്മെ നയിച്ച മഹാടവക സെക്രട്ടറിമാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രയത്നമാണ് ഈ ഒരു വലിയ വിധിക്ക് പിന്നിലെ കാരണം. ഒരിക്കലും മറക്കാനാകാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. ഇതിന് തുടക്കം കുറിച്ചത് ഒരു സഭ തകർന്ന് മണ്ണ് അടിഞ്ഞപ്പോൾ, ഒരു വിശ്വാസ സമൂഹം പുറത്താക്കപ്പെട്ടപ്പോൾ അന്ന് തുടങ്ങിയ ഒരു പ്രാർത്ഥനയുണ്ട്. ജനുവരി മാസം 29, 2022 രാത്രി തുടങ്ങി വെച്ചൊരു പ്രാർത്ഥന അത് ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. MM ചർച്ചിലെ വിശ്വാസികൾ പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ ഓരോ രാത്രിയും നിൽക്കുമ്പോഴും ആ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യമാണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മറ്റൊരു പ്രാർത്ഥനകൾ തുടങ്ങി, ഹോൾ നൈറ്റ് പ്രയർ. രാത്രി 9 മണി മുതൽ പ്രഭാതത്തിൽ 6 മണി വരെ ടീമായിട്ട് ഇതിനുള്ള ഓൺലൈൻ പ്രയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഈ നിയമ പോരാട്ടം തുടങ്ങിയപ്പോൾ ആ പോരാട്ടത്തിന് പിന്നിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒത്തിരി കളിയാക്കലുകൾ നമ്മളെല്ലാം കേട്ടു. MM ചർച്ചക്കാർ കേട്ടു, സംയുക്ത സമിതിക്കാർ കേട്ടു, ജനകീയ സമിതിക്കാർ കേട്ടു, സംരക്ഷണ സമിതിക്കാർ കേട്ടു, എല്ലാവരും കേട്ടു. പക്ഷേ ആ കളിയാക്കലുകളെയും ആ കുറ്റപ്പെടുത്തലുകളെയും ഒറ്റപ്പെടുത്തലുകളെയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മുന്നേറിയപ്പോൾ ദൈവം നമുക്ക് വലിയൊരു വിജയം തന്നു. എരിഹോ മതിലിന് ചുറ്റും കാഹളം ഊതിക്കൊണ്ട് നടക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് ചിലപ്പോ അന്നുണ്ടായിരുന്നവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കാഹളം ഊതുമ്പോൾ ഏതെങ്കിലും മതില് വീഴുമോ. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഒത്തിരി കളിയാക്കിയിട്ടുണ്ടായിരിക്കാം, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴും കളിയാക്കലുകൾ ഉണ്ടായിരുന്നിരിക്കാം, മൂന്നാമത്തെ ദിവസം 4-ാമത്തെ ദിവസം എല്ലാം ഇത് നീണ്ടുകൊണ്ട് പോയപ്പോഴും ഈ കാഹളം ഊതുന്നത് അപ്രസക്തമാണ് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ബട്ട് ദ 7th day, ആ 7ാമത്തെ ദിവസം ദൈവഹിതം നിവർത്തിക്കപ്പെട്ടു. ഈ പറയുന്നത് പോലെ 2-2.5 വർഷത്തെ ഒരു വലിയ നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ നാം എത്തി നിൽക്കുമ്പോൾ സാക്ഷ്യത്തോടുകൂടെ കൈകോർത്തുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ കൈ തൊടാതെ ഒരു കല്ല് വന്ന് ആ ബിംബത്തെ തകർക്കുന്നത് പോലെ നമ്മുടെ മുൻപിൽ തകർന്നു വീഴുന്ന ഈ വ്യവസ്ഥ കാണുമ്പോൾ നാം മനസ്സിലാക്കണം, ദൈവം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴുതകളായി അവന്റെ സന്നിധിയിൽ നമ്മൾ നിന്നു കൊടുക്കുകയാണെങ്കിൽ ഈ കഴുതകളെ കൊണ്ട് ഇനിയും ദൈവത്തിന് ആവശ്യമുണ്ട്. ആ രീതിയിൽ അവന്റെ സന്നിധിയിൽ കഴുതകളായിട്ട് നിൽക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. കഴിഞ്ഞ നാളുകളിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ വിശ്വാസികളെയും
ഒരിക്കൽ കൂടെ എം ചർച്ചിൻ്റെ പേരിൽ എൻ്റെ പേരിലുള്ള നന്ദി പറഞ്ഞുകൂടെ നിർത്തട്ടെ. ദൈവം എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.